ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് എൽ ഡി കമ്പൈലർ 2016 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാ? സ്വാമി വിവേകാനന്ദൻ. കമ്പോളത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥൻ ഷാഹ്ന. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദീറാം ബോസ്. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നാടുകടത്തിയത് ഏതു രാജ്യത്തേക്കാണ്? മ്യാൻമാർ. ശക്തമായ സൈനിക രൂപീകരണത്തിന് വേണ്ടി അക്ബർ കൊണ്ടുവന്ന ഭരണ സംവിധാനം എന്തായിരുന്നു? മാൻസബ്ദാരി സിസ്റ്റം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? BP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. തമസോമ ജ്യോതിർഗമയ എന്ന ഏത് ഉപനിഷത്തിലെ വാക്യമാണ്? ബൃഹദാരണ്യകോപനിഷത്ത്. ഗോൾഡ്മാൻ പുരസ്കാരം നൽകുന്നത് ഏതു മേഖലയിലാണ്? പരിസ്ഥിതി. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെ. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡിഗ്ബോയ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ലോകസഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സുഗത കുമാരി. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരം GB പന്ത് പുരസ്കാരം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മനത്ത് പത്മനാഭൻ. 2015 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. ആഗോള ധനകാര്യ മാധ്യമ സ്ഥാപനമായ ബ്ലൂംബെർഗ് ഇന്റർനാഷണലിന്റെ ഈയിടെ നിയമിതനായ മാനേജിംഗ് ഡയറക്ടർ പരമേശ്വരൻ രവീന്ദ്രനാഥൻ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ഒറ്റാൾ സംവിധാനം ചെയ്തത് ആര്? R ജയരാജ്. ആദ്യമായി ഡൽഹിക്ക് പുറത്ത് സേനാ മേധാവികളുടെ സംയുക്ത യോഗം നടന്നതെവിടെ? INS വിക്രമാദിത്യ വെച്ചിട്ട്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് വീണ്ടും കാണാം. Please watch this video.